നമ്മൾ ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന്. എന്നാലും കുറച്ച് നാൾ മുമ്പ് വരെ അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അങ്ങനെയൊന്നും ഓഫർ ജീക്സൺ സിംഗിന് കൊടുത്തിട്ടില്ല, ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല എന്ന്. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ജീക്സൺ സിംഗിനും നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മാനേജ്മെൻറ്റ് ഒരു ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്നാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ കുറേയധികം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഫാൻസ് ആൻഡിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒരു സർപ്രൈസ് സൈനിങ് വരുന്നുവെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക്. സോ അത് മിക്കവാറും ജീക്സൺ സിംഗ്, അതായത് ഡൊമസ്റ്റിക് സർപ്രൈസ് സൈനിങ് വരുന്നുവെന്നാണ്, ബിഗ് സർപ്രൈസ് സൈനിങ് വരുന്നുവെന്നാണ്. സോ അത് മിക്കവാറും ജീക്സൺ സിംഗ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അങ്ങനെ യങ് പ്ലേയേഴ്സിനെ ഒന്നും എടുക്കാറില്ല. അവർ ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സ്, അതായത് ആ ഒരു ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച കളിക്കാരെ അവരുടെ ടീമിലേക്ക് എടുക്കത്തുള്ളൂ. അവർക്കല്ലാതെ തന്നെ ഒരു എന്താ പറയുക യൂത്ത് സിസ്റ്റം ഉണ്ട്, അവിടുന്ന് അവർ പ്ലേയേഴ്സിനെ എടുക്കും. അല്ലാതെ ഉയർന്നു വരുന്ന താരങ്ങളൊന്നും അവരധികം നോക്കാറില്ല. ആ ഒരു ടീം കളിക്കുന്ന ഏറ്റവും മികച്ച പ്ലെയർ ആരാണോ അവർ ടീമിലേക്ക് എത്തിക്കാനാണ് പലപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോക്കിയിട്ടുള്ളത്. നമുക്കറിയാം ജീക്സൺ സിംഗിനെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ഇന്ത്യയുടെ മാച്ചിലും അദ്ദേഹം വളരെ നന്നായി പെർഫോം ചെയ്തു, ഖത്തർ മാച്ചിലൊക്കെ. സോ അതൊക്കെ ഒരു കാരണമായിരിക്കും ചിലപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജീക്സൺ സിംഗിനെ ചൂസ് ചെയ്യാനുള്ളത്. സോ മിക്കവാറും അദ്ദേഹം പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് അസറുണ്ട്, ഫ്രെഡി ഉണ്ട്, വിപ്പിനുണ്ട്. സോ ചിലപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്.